എല്ലാവർക്കും നമസ്കാരം. PC+ പോയിന്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസെ തിയറമാണ്. റൊണാൾഡ് കോസയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ വെൽഫെയർ എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത് 1960s. ഇനി എന്താണ് ഇത് കോസെ തിയറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? It explains how problems of externalities can be solved through the private negotiation between parties when property rights are clearly defined and transaction costs are zero. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമുക്ക് എങ്ങനെ എക്സ്റ്റേണാലിറ്റീസ്, അതായത് ഇപ്പോൾ എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പ്രോബ്ലംസ് ഓഫ് എക്സ്റ്റേണാലിറ്റീസ്, അതായത് എക്സ്റ്റേണാലിറ്റിയുടെ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും, പ്രൈവറ്റ് നെഗോസിയേഷനിലൂടെ എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് കോസെ തിയറത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ഒരു അസംഷൻസ് കൂടി തന്നിട്ടുണ്ട്. പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് ക്ലിയർലി ഡിഫൈൻഡ് ആണ്, അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോസെ തിയറം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആർ 0. Individuals can bargain with each other to reach an efficient solution to externalities regardless of who initially owns the right. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്റ്റേണാലിറ്റീസ്, ആ ഒരു പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് പ്രൈവറ്റ് നെഗോസിയേഷനിലൂടെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് കോസെ തിയറത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫക്ട്സ് ഓഫ് വൺ പേഴ്സൺ ആക്ഷൻ ഓൺ അനദർ പേഴ്സൺസ് വെൽഫെയർ. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ വെൽഫെയറിനുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ്, അല്ലെങ്കിൽ ആ വെൽഫെയറിന് സംഭവിക്കുന്ന പ്രശ്നം, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റേണാലിറ്റീസ്, കോൺസിക്വൻസസ് എന്നൊക്കെ നമുക്കതിനെ പറയാം. ഓക്കെ, ഇനി പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗൽ റൈറ്റാണ്. അതായത് നമ്മളൊരു റിസോഴ്സ് ഉപയോഗിക്കും. ഇപ്പോൾ നമുക്കൊരു ലാൻഡിൽ, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ നമുക്കുണ്ടാകുന്ന ഉടമസ്ഥാവകാശം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കോസെ തിയറത്തിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസംഷൻ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് ക്ലിയർലി ഡിഫൈൻഡ് ആണ്. ഇനി ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നെഗോസിയേഷനിൽ എടുക്കുന്ന കോസ്റ്റാണ്. അതായത് നമ്മൾ ആ ഒരു ബാർഗെയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഈ തിയറി അസ്യൂം ചെയ്യുന്നത് എന്താണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് അവിടെ 0 ആണ്. ലീഗൽ ഫീസ്, ടൈം, ഇൻഫർമേഷൻ കോസ്റ്റ്, ഇതിനൊക്കെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഇവിടെ നമുക്കൊരു ഫാക്ടറി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫാർമറുണ്ട്. ഓക്കെ, സോ ഇവിടെ ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫാക്ടറിയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, സ്മോക്ക് വരുന്നുണ്ട്, അതായത് പുക വരുന്നുണ്ട്. അതെന്തായാലും അതിന് ചുറ്റുവട്ടമുള്ള പ്രദേശത്തെ അത് വളരെയധികം അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഫാർമറിൻ്റെ ക്രോപ്പ് എന്ന് പറയുന്നത്, ഫാർമറിൻ്റെ കൃഷിസ്ഥലത്തെ അത് സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അതിനടുത്താണ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടറിയിൽ നിന്നും വരുന്ന പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ പുക അതെന്ത് ചെയ്യുന്നുണ്ട്, ഫാർമറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 രീതിയിൽ നമുക്കിതിനൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, ഫാർമറിന് എന്തുണ്ട്, റൈറ്റ് ടു ക്ലീൻ എയർ ആണ്. അതായത് പ്രോപ്പർട്ടി റൈറ്റ്സ് ക്ലിയർലി ആണ്. ഓക്കെ, സോ എ ഫാക്ടറി മസ്റ്റ് സ്റ്റോപ്പ് പൊല്യൂഷൻ അൺലെസ് ഇറ്റ് കോമ്പൻസേറ്റ് ദ ഫാർമർ. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യണം, ഫാക്ടറി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ആ ഒരു പൊല്യൂഷൻ സ്റ്റോപ്പ് ചെയ്യണം. ഒന്നുകിൽ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ട കോമ്പൻസേഷൻ ഫാർമറിന് കിട്ടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം അത് അയാളുടെ ക്രോപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട കോമ്പൻസേഷൻ അത് അയാൾക്ക് ആ ഫാർമറിന് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഫാക്ടറി ഹാസ് ദ റൈറ്റ് ടു പൊല്യൂട്ട്. ഫാക്ടറിക്ക് എന്തുണ്ടാവണം, റൈറ്റ് ടു പൊല്യൂട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, ആ ഫാർമർ മേ പേ ദ ഫാക്ടറി ടു റെഡ്യൂസ് എ പൊല്യൂഷൻ. ഫാർമറിന് എന്ത് ചെയ്യാം, ക്യാഷ് കൊടുക്കാം, അല്ലേ? സോ ആ പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്
ഫാർമറിന് നമുക്ക് എന്ത് ചെയ്യാം, ഫാക്ടറിക്ക് ക്യാഷ് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2 രീതിയിലാണ് നെഗോസിയേഷൻ പോസിബിൾ ആവുന്നത്. അതായത് 2 രീതിയിൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഒരു പ്രശ്നത്തിന്, ഒരു എക്സ്റ്റേണാലിറ്റി അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസസിന് 2 രീതിയിലാണ് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഒന്നുകിൽ ഫാർമറിന് എന്ത് ചെയ്യാം, നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് പേ ചെയ്യാം. അതല്ല എങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫാക്ടറി ഫാർമറിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ 2 രീതിയിലാണെങ്കിലും ഇവിടെ ഉണ്ടാവുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഔട്ട്കം ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം, ഇതൊരു ഗ്രാഫിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ മാർജിനൽ ബെനിഫിറ്റ് ടു പൊല്യൂട്ടേഴ്സ് ആൻഡ് മാർജിനൽ ഡിസ്ബെനിഫിറ്റ് ടു വിക്ടിംസ് ഇങ്ങനെ തന്നിട്ടുണ്ട് 2 ഗ്രാഫുകളും. ഇത് നമ്മുടെ മാർജിനൽ ബെനിഫിറ്റ് കർവും അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് കർവാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാർജിനൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാർജിനൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റിനെയാണ് നമ്മൾ മാർജിനൽ ബെനിഫിറ്റ്, അതിലുണ്ടാവുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ പറയുന്നത്. മാർജിനൽ ഡിസ്ബെനിഫിറ്റ് ടു വിക്ടിംസ്, അതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ഒരു കോൺസിക്വൻസസിന് ബദലായിട്ട് കൊടുക്കുന്ന കോസ്റ്റ്, അതിനെയാണ് നമ്മൾ മാർജിനൽ ഡിസ്ബെനിഫിറ്റ് ടു വിക്ടിംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ബെനിഫിറ്റിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ക്വാണ്ടിറ്റി ഓഫ് എയർ പൊല്യൂഷൻ എമിറ്റഡ് പെർ പീരീഡ് നമ്മൾ എക്സ് ആക്സിസിലാണ് മെഷർ ചെയ്യുന്നത്. MSB കർവും, അതായത് മാർജിനൽ ബെനിഫിറ്റ് കർവും അതുപോലെ തന്നെ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ഒക്കെ എന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ മാർജിനൽ സോഷ്യൽ കോസ്റ്റും, അതായത് അതിൻ്റെ കോസ്റ്റും, ഈ മാർജിനൽ സോഷ്യൽ കോസ്റ്റ് കർവും മാർജിനൽ ബെനിഫിറ്റ് കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഏത്, B എന്ന് പറയുന്ന പോയിൻ്റ്. സോ ഈ ഒരു പോയിന്റിൽ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഔട്ട്കം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഔട്ട്കം നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് നേടിയെടുക്കുന്നത്? പ്രൈവറ്റ് നെഗോസിയേഷനിലൂടെയാണ് ഇത് നേടിയെടുക്കുന്നത്. ഓക്കെ, സോ മാർജിനൽ ബെനിഫിറ്റും മാർജിനൽ സോഷ്യൽ കോസ്റ്റും ഇത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അസംഷൻസ് കൂടി നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്, പ്രോപ്പർട്ടി റൈറ്റ്സ് ക്ലിയർലി ഡിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ 0 ട്രാൻസാക്ഷൻ കോസ്റ്റ് ആയിരിക്കും. ഇനി പെർഫെക്റ്റ് ഇൻഫർമേഷനാണ്, അതായത് സിമെട്രിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് അവിടെ ഉണ്ടാവുന്നത്. അതായത് 2 വ്യക്തിക്കും അറിയാം എന്തുണ്ട്, അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത്, പൊല്യൂഷൻ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് എന്താണ് എന്നുള്ളത് 2 വ്യക്തിക്കും കൃത്യമായിട്ട് അറിയാം. ആൻഡ് സ്മോൾ നമ്പർ ഓഫ് പാർട്ടീസ് ഇൻവോൾവ്, എന്താണ്, 1-2 വ്യക്തികളല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് വ്യക്തികൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു നെഗോസിയേഷനാണ് അവിടെ നടക്കുന്നത്. റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ആണ്, റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ ഒരു അസംഷൻ കൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്, നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻസ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സ്റ്റേണാലിറ്റിക്കുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ കോസെ തിയറത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി നമുക്ക് നോക്കാം. പ്രൊവൈഡ്സ് എ മാർക്കറ്റ് സൊല്യൂഷൻ ടു എക്സ്റ്റേണാലിറ്റീസ്. അപ്പോൾ ഇവിടെ നമ്മളൊരു സൊല്യൂഷനാണ് കണ്ടുപിടിക്കുന്നത്, മാർക്കറ്റ് സൊല്യൂഷൻ ടു എക്സ്റ്റേണാലിറ്റീസ്. ഇപ്പോൾ നമ്മളൊരു ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഫേം ഉണ്ടാക്കുന്ന എക്സ്റ്റേണാലിറ്റി മറ്റൊരു ഫേമിന് അത് എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് അവിടെ പ്രൈവറ്റ് നെഗോസിയേഷൻ നടത്താനായിട്ട് പറ്റും വിത്തൗട്ട് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ്. അപ്പോൾ അതിലൂടെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻഡ് എംഫസൈസസ് ദ റോൾ ഓഫ് പ്രോപ്പർട്ടി റൈറ്റ്സ്. അപ്പോൾ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ റോള് കൂടി അവിടെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ഷോസ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് മേ നോട്ട് ഓൾവേസ് ബി നെസസറി. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഒരു എക്സ്റ്റേണാലിറ്റീസ് വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് അവിടെ വരുന്ന സമയത്ത് അത് ഉയർന്ന ട്രാൻസാക്ഷൻ കോസ്റ്റിന് കാരണമാകും. അതായത് ഇനി ഈ തിയറിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് കൂടിയുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ട്രാൻസാക്ഷൻ കോസ്റ്റ് ആർ റെയർലി 0 ഇൻ റിയാലിറ്റി. അതായത് ഇപ്പോൾ നമ്മൾ ഒരു റിയൽ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് തീരെ ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അത് ഈ ഒരു തിയറിയുടെ ഒരു അസംഷൻ ആയിരുന്നു. ഇറ്റ് വിൽ ബി 0 ഓർ വെരി ലോ എന്നുള്ളത് ഈ ഒരു തിയറിയുടെ അസംഷൻ ആയിരുന്നു. അത് ഒരിക്കലും റിയാലിറ്റിയോട് മാച്ച് ചെയ്യുന്നതല്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഡിഫിക്കൽട്ട് ടു നെഗോഷിയേറ്റ് വെൻ മെനി പീപ്പിൾ ആർ ഇൻവോൾവ്. ഒരുപാട് ആളുകൾ ഒരു കോൺസിക്വൻസ് നേരിടുന്നതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് അത് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ പൊല്യൂഷൻസ് ഒരു ഗ്രാമത്തെ മുഴുവൻ അത് എഫക്റ്റ് ചെയ്യുന്നു എങ്കിൽ എല്ലാവർക്കും നമുക്ക് ഈ ഒരു പ്രൈവറ്റ് നെഗോസിയേഷനിലൂടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. വളരെ കുറഞ്ഞ വ്യക്തികളാണ് ഇത് ബാർഗെയിൻ ചെയ്യുന്നതെങ്കിൽ 1-2 അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ്
പീപ്പിൾ മാത്രമാണ് ഇൻവോൾവ് ആയിട്ടുള്ളതെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനൊരു നെഗോസിയേഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് പവർ ഇംബാലൻസ് ബിറ്റ്വീൻ നെഗോഷിയേറ്റിംഗ് പാർട്ടീസ്. അതേപോലെ തന്നെ ചിലപ്പോൾ ഈ ഫാക്ടറി നടത്തുന്ന വ്യക്തികൾക്ക് കുറച്ചുകൂടി പവർ ഉണ്ടായിരിക്കും. സോ അവർ എന്ത് ചെയ്യും, അത് ഫാർമർ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. സോ അവരുടെ ആ ഒരു എന്താ പറയുക ലെവൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നതും ഡിഫറൻസ് ഉണ്ട്. അതും എന്ത് ചെയ്യാം, ഈ നെഗോസിയേഷൻ ചെയ്യുന്നതിന് അത് അഫക്റ്റ് ചെയ്യാം. ആൻഡ് നെഗോസിയേഷൻസ് മേ ബി കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. ചില സമയത്ത് അത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും, അല്ലെങ്കിൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ പറയുന്നത് പ്രൈവറ്റ് നെഗോസിയേഷനെ കുറിച്ച് മാത്രമാണ്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻസ് ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ഫാക്ടറി നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ നിന്നുണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റ് കോൺസിക്വൻസ് എന്ന് പറയുന്നത്, എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് പ്രൈവറ്റ് നെഗോസിയേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ എഫിഷ്യൻ്റ് ഔട്ട്കം നമ്മൾ അറ്റൈൻ ചെയ്യുന്നത് മാർജിനൽ സോഷ്യൽ കോസ്റ്റും മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും ഈക്വൽ ആകുന്ന ആ ഒരു പോയിന്റിലാണ്. അത് നമ്മൾ ഗ്രാഫിക്കലി നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. The Coase theorem shows that efficient allocation of resources can be achieved through private bargaining when property rights are well defined and transaction costs are minimal. However, in real world situation, government interventions may be required. ഓക്കെ, അപ്പോൾ റിയൽ വേൾഡിലേക്ക് വരുന്ന സമയത്ത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് ആവശ്യമായിട്ട് വരും അല്ലേ. ഇപ്പോൾ ഒരു ഫാക്ടറി നമ്മൾ നിർത്തിവെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഫാക്ടറിയിൽ നിന്നുള്ള ആ ഒരു എക്സ്റ്റേണാലിറ്റീസുമായി ബന്ധപ്പെട്ടൊരു നെഗോസിയേഷൻ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അവിടെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് കൂടി വന്നേക്കാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ കോസെ തിയറിക്ക് അകത്ത് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അസംഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ട്രാൻസാക്ഷൻ കോസ്റ്റ് 0 ആണ്, പ്രോപ്പർട്ടി റൈറ്റ്സ് ക്ലിയർലി ഡിഫൈൻഡ് ആണ്, അതുപോലെ പെർഫെക്റ്റ് ഇൻഫർമേഷൻ ആണ്. സംടൈംസ് ഇറ്റ് വിൽ ബി ഗിവൺ ആസ് സിമെട്രിക് ഇൻഫർമേഷൻ. ബോത്ത് ആർ സെയിം. സിമെട്രിക് എന്ന് പറഞ്ഞാലും പെർഫെക്റ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. രണ്ട് വ്യക്തികൾക്കും അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസിന് വ്യക്തമായിട്ടുള്ള അറിവുണ്ട്, അതിൻ്റെ എക്സ്റ്റേണാലിറ്റീസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് സ്മോൾ നമ്പർ ഓഫ് പാർട്ടീസ് ആണ് അവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഈ ഒരു ഗ്രാഫ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയുടെ പേരെന്തായിരുന്നു, റൊണാൾഡ് കോസെയാണ്. അദ്ദേഹത്തിൻ്റെ തിയറീസിൽ മെയിനായിട്ടും ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് വെൽഫെയർ ഇക്കണോമിക്സിലാണ്, അല്ലെങ്കിൽ വെൽഫെയർ ഇക്കണോമിക്സിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് ഞാനിവിടെ തന്നിട്ടില്ല. ദ പ്രോബ്ലം ഓഫ് സോഷ്യൽ കോസ്റ്റ് ഞാനിവിടെ എഴുതാം. ദ പ്രോബ്ലം ഓഫ് സോഷ്യൽ കോസ്റ്റ്. ഓക്കെ, ദ പ്രോബ്ലം ഓഫ് സോഷ്യൽ കോസ്റ്റ് 1960s ഈ ഒരു ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു പബ്ലിക്കേഷൻ വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു മെയിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ തിയറം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ദ പ്രോബ്ലം ഓഫ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്ന പബ്ലിക്കേഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു കോൺസെപ്റ്റുമായിട്ട് കാണാം.